എന്റെ ജൈവേ എന്നാ വിളിക്കുന്നത്. അത് തെയ്യമായി തെയ്യെന്ന് വിളിച്ചതാ. എന്താണ് യഥാർത്ഥ ജൈവമെന്ന? മണ്ണാണ് ദൈവം. അത് പറയാൻ അയ്യപ്പന് കഴിയും. കാരണം 33 കോടി ചരാചരങ്ങൾ അയ്യപ്പന്റെ ഹൃദയത്തിൽ ശബരിമാമലയിൽ കുടികൊള്ളുന്നു. പോയത് എങ്ങനെയാ? നാട്ടുകാരെ മുഴുവൻ കൂട്ടി കാടിളക്കി. ഇപ്പോഴും വിളിയാണ് അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വം എന്ന് പറഞ്ഞ് കേട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ഗവേഷകരായതുകൊണ്ട് ഇത് കേട്ട് നമ്മൾ ചലിച്ചു നിൽക്കുക. അയ്യപ്പൻ നിന്തകത്താടാ, സ്വാമി നിന്തകത്താടാ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? സേവിപ്പവർക്ക് ആനന്ദമൂർത്തി സിനിമയുടെ തലക്കെട്ട് പോലെ, കവിതയുടെ വരികൾ പോലെ അടിച്ചു വെച്ചിരിക്കുക. അപ്പൊ നിസ്സാരക്കാരിയൊന്നുമല്ല. ചീരപ്പഞ്ചലിലെ ഈരവ പെണ്ണ പായ്ക്കപ്പൽ വരെ സ്വന്തമായിട്ടുള്ള ആളായിരുന്നു. അവളുടെ അടുത്ത തലമുറയിൽ അവളുടെ ഒരു ബന്ധുവാണ് അത്രേ പോർച്ചുഗീസുകാർക്ക് വേണ്ടി ഹോർട്ടൂസ് മലബാരിക്കോസ് എഴുതിയ ഇട്ടി അച്യുതൻ. എല്ലാം വൈദ്യന്മാരും ബിസിനസ്സുകാരുമായിരുന്നു. ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് അവിടെ വരികയും അവൾ അയ്യപ്പനെ കാണുകയും ആ സമയത്ത് യോഗീശ്വര ഭാവത്തിൽ അദ്ദേഹം സമാധിയാവുകയും ചെയ്തു. സമാധി എന്ന വാക്കൊക്കെ ഇപ്പൊ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നാണം കെട്ട വാക്കാക്കി അങ്ങനെ മാറ്റി വെച്ചേക്കുക. നക്ഷത്രദീപ്തമായ വേദിയും സദസ്സിനും വിനീതമായ നമസ്കാരം. ബഷീർ സാറിനെ പോലെ ഒരു പ്രതിഭ കടലോളം ഇളക്കിപ്പോയ ഈ വേദിയിൽ ഇനി ഞാൻ എന്ത് പ്രസംഗിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ സംഘാടകനോട് ചോദിച്ചു, എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ പറഞ്ഞു നമുക്കൊരു 9:30 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു അതിന് മുമ്പേ വൈൻഡപ്പ് ചെയ്യാം. കാര്യം ഒന്നാമത് അമേരിക്ക അടുത്ത കാലത്തൊരു കണ്ടുപിടുത്തം നടത്തിയത് ഒരാളുടെ ശ്രദ്ധ മറ്റൊരാളിലേക്ക് പിടിച്ചു പറിച്ച് നിർത്താൻ 14 മിനിറ്റും 3.5 സെക്കൻഡുമേ കഴിയുന്ന. അതിന് സുകുമാർ അഴീക്കോട് സാർ വന്നാൽ, അല്ല സ്വാമി വിവേകാനന്ദൻ വന്ന് പ്രസംഗിച്ചാലും, ബഷീർ സാർ വന്ന് പ്രസംഗിച്ചാലും, പ്രവീണ രവങ്കര വന്നാലും ആ 14 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചുമ്മാ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചുമ്മാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആകെ പ്രാസംഗികരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ വേറെ ആളുകൾ കയറി വരുമ്പോൾ അവർ 14 മിനിറ്റ് ഇരിക്കും. ആ വിശ്വാസത്തിലായി നിൽക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ശബരിമല മകരവിളക്ക് വിവിധ ചാനലുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ലൈവ് കമന്റേറ്റർ കൂടിയാണ് ഞാൻ. 18 വർഷം മുമ്പ് അയ്യപ്പന് വേണ്ടി ലൈവ് ചെയ്താണ് ആരംഭിച്ചത്. പിന്നെ അത് തൃശ്ശൂർ പൂരവും മകരവിളക്കും, അതിനുശേഷം പിന്നീട് ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ 113 ലൈവുകൾ ഇപ്പോൾ ചെയ്യാൻ അയ്യപ്പൻ ഭാഗ്യം തന്നു. ഇപ്പൊ ഞാൻ ഇത്തവണ ശബരിമലയിൽ നിൽക്കുമ്പോൾ അയ്യപ്പനോട് ചോദിച്ചു, എൻ്റെ അയ്യപ്പ 18 ഒരു സംഖ്യയാണല്ലോ, 18 അങ്ങയുടെ പടികളാണല്ലോ, 18 അങ്ങ് ഉപേക്ഷിച്ച ആയുധങ്ങളാണല്ലോ, എനിക്ക് എന്താ ഒരു സമ്മാനം തരിക 18ാം വാർഷികമല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പടി ഇറങ്ങുന്ന സമയത്താണ് അവിടെ നിന്നും എനിക്കിവിടെ ഒരു കോള് വരുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ. ഞാൻ 3ാം തവണയാണ് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ശബരിമല നിൽക്കുകയാണെന്നറിയാതെ എന്നെ രാജഗോപാൽ സാർ വിളിച്ചു എന്നുള്ളതാണ് ഈ 18ാം ലൈവ് കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യപ്പൻ എനിക്ക് തന്ന സമ്മാനം. എനിക്ക് പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ ഈ നോട്ടീസ് അയച്ചു തന്നപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി എന്നാണ് വിഷയം. ഒരു വിഷയമൊക്കെ തന്ന് സംസാരിക്കാനും മാത്രം ഞാനുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ബഷീർ സാർ പറഞ്ഞതുപോലെ ചെറുകോൽപ്പിഴ വന്നിട്ട് 4 വർത്താനം പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു സംസാരകൻ, ഒരു പ്രഭാഷകന്, ഒരു കമന്റേറ്റർക്ക്, ഒരു ഭക്തന് കിട്ടുന്ന സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി തന്നെയാണ് അയ്യപ്പൻ എന്ന ഈ വേദിയിൽ ഈ നിമിഷം നിൽക്കുമ്പോൾ രോമാഞ്ചത്തോടെ ചങ്കിൽ കൈവച്ച് ഞാൻ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ദീർഘമായ ഒരു സംഭാഷണത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ 3ാം തവണയോ 4ാം തവണയോ ഈ വേദിയിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ അയ്യപ്പന് വേണ്ടി സംസാരിക്കാനാണ് അയ്യപ്പൻ എന്നെ തിരഞ്ഞെടുത്തത്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ ഹൃദയത്തിൽ എന്നെന്നും സുഗന്ധങ്ങളോടെ ഏറ്റുവാങ്ങി വയ്ക്കുകയാണ്. അയ്യപ്പൻ
ബഷീർ സാറ് പറഞ്ഞതിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിലും അയ്യപ്പൻ അയ്യൻ പ്ലസ് അപ്പനാണ്. അയ്യൻ എന്ന വാക്ക് പാലി വാക്കാണ്. അയ്യൻ വിഷ്ണുവാണ്, അപ്പൻ ശിവനാണ്. അയ്യൻ പ്ലസ് അപ്പൻ ഈസ് ഈക്വൽ ടു അയ്യപ്പൻ. ശൈവ വൈഷ്ണവ ഒരു കാലത്ത് ശൈവ വൈഷ്ണവ ബാന്ധവം ഉണ്ടാകുമ്പോൾ അയ്യനെയും അപ്പനെയും ഒന്നിച്ചെടുത്തു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോഴും നമുക്കിഷ്ടം സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയായ നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠനെയാണ്, അയ്യപ്പനെയാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാൻ കഴിയുന്ന കലിയുഗ വരദനെയാണ് നമുക്കിഷ്ടം. ഞാൻ ഇപ്രാവശ്യം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാനലിൽ നിന്നും ന്യൂസ് വായിക്കുന്ന ആള് ഒരു കുഴപ്പിക്കുന്ന ചോദ്യം എന്നോട് ചോദിച്ചു. കാരണം ഞാൻ ഈ ലൈവിലിരിക്കെ ന്യൂസിലിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ടെലിപ്രോംപ്റ്ററിൽ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കും, നോക്കി വായിച്ചാൽ മതി. എന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ടെലിപ്രോംപ്റ്ററും എൻ്റെ ഡ്രൈവറും എൻ്റെ മാനേജരും എൻ്റെ നടനും സംവിധായകനും എഴുത്തുകാരും ഒക്കെ ഞാൻ തന്നെ. എൻ്റെ ഹൃദയമാണ് ടെലിപ്രോംപ്റ്റർ. എന്നെ ജനം കണ്ടുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ചോദിക്കുന്നതിന് മറുപടി പറയണം. 24 hours ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ലൈവ്, കാണുന്ന കാഴ്ചകളുടെ ലൈവ്. ചോദിച്ച ചോദ്യം ഇതാണ്: ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പിന്നെ പ്രവീൺ സാറെ എന്തിനാ മാളികപ്പുറത്തമ്മയെ അവിടെ വെച്ചിരിക്കുന്നത്, ഇറക്കി വിട്ടുകൂടെ എന്ന് ഒരു വിപ്ലവ ചാനലിന്റെ ഒരു ന്യൂസ് ലീഡർ എന്നോട് ചോദിച്ചപ്പോ, എന്റെ സുഹൃത്താണ് പുള്ളി, എന്നെ കുഴയ്ക്കാൻ വേണ്ടി ചോദിച്ചതല്ല, ലൈവ് ആക്കാൻ വേണ്ടി. ലൈവ് എന്നാണല്ലോ പ്രോഗ്രാമിന്റെ പേര്. അപ്പം 3-4 മണിക്കൂർ ആളുകൾ ഇരിക്കണമെങ്കിൽ ലൈവ് ആക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട ആദ്യത്തെ പെണ്ണുമുള്ള മാളികപ്പുറത്തമ്മയൊന്നുമല്ല. ശാസ്താവ് വീട് വെച്ച് കുടികൊള്ളുന്നത് ശബരിയുടെ ഹൃദയപീഠത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശബരി ആദ്യം ഇറക്കി വിടാൻ പറഞ്ഞു. ബഷീർ സാറിൽ ഞാൻ നിൽക്കുക. സുന്ദരിയായ ഗന്ധർവ കന്യക മാലിനി ശാപം കിട്ടി ശബരിയായപ്പോ അവൾ അങ്ങനെ ശബരിമലയിൽ വിരിഞ്ഞ് വിരാജിച്ചു നിൽക്കുമ്പോൾ 101 മലകളിലും 101 കൗരവരെ കുടിവെച്ചുകൊണ്ട്, പെണ്ണൊരുത്തി ദുശ്ശല ഉൾപ്പെടെ കുടിവെച്ചുകൊണ്ട്, പാണ്ഡവന്മാരെ 5 പേരെയും കുടിവെച്ചുകൊണ്ട് 30 കോടി ചരാചരങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് അമേരിക്ക പറയേണ്ടി വന്നു നമ്മൾ വിശ്വസിക്കാൻ. 30 കോടി ചരാചരങ്ങളെ 30 കോടി ദൈവങ്ങളായി സങ്കല്പിക്കുന്ന ഭാരതത്തിന്റെ സനാതന മൂല്യത്തിൽ ചലിക്കുന്നതും ചലിക്കാത്തതുമായ മുഴുവൻ വസ്തുക്കളും ഭൂതങ്ങളാകുമ്പോൾ ഭൂതനാഥനായി സാക്ഷാൽ അയ്യപ്പൻ അങ്ങനെ ശബരിയുടെ ശിരസിൽ ഹൃദയത്തിൽ അങ്ങനെ ജീവിക്കുമ്പോ ആദ്യം ഇറക്കി വിടേണ്ടത് ശബരിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മതി നമുക്ക് മാളികപ്പുറത്തമ്മയെ ചൊറിയാൻ. മാളികപ്പുറത്തമ്മ ആരാ? നമ്മൾ മഹിഷത്തിന്റെ കഥ പറയുന്നു, ഒരു 100 കഥയാ പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഈ കഥകളൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു എന്ന്. വൈക്കം സത്യാഗ്രഹം കഴിയുന്നു, നിരവധി സത്യാഗ്രഹങ്ങൾ കഴിയുന്നു. പൊന്നുപോലെ ഒരു പൊന്നു തമ്പുരാൻ 1936 ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം കൽപ്പിക്കുന്നത്. 36 അടുത്ത കാലത്താണ്. പക്ഷെ സർവ മതസ്ഥർക്കും കയറി ആരാധിക്കുവാൻ കഴിയുന്ന ഒരു ദേവാലയം ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ശബരിമല. നമ്മുടെ ശബരിയുടെ മലയിൽ എല്ലാവർക്കും കയറാമായിരുന്നു. എന്തൊക്കെ കഥകൾ പറഞ്ഞു വെക്കുന്നു. അയ്യപ്പൻ പഠിക്കാൻ പോയി എന്ന ആയോധന വിദ്യ ചീരപ്പൻചിറയിൽ മുഖമ്മയിൽ. ആയോധന വിദ്യയിൽ പുഴിക്കടകൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാലകപ്പഴുതിലൂടെ സുന്ദരിയായ ഒരു പെണ്ണ് നോക്കി നിന്നു എന്ന, അവിടെയാണ് സേവിപ്പവർക്ക് ആനന്ദമൂർത്തി എന്ന വിഷയം എനിക്ക് തന്നപ്പോ അത് വായിച്ചപ്പോ എനിക്ക് രോമാഞ്ചം വന്നത്. ഞാനൊരു ചങ്ങമ്പുഴ കവിതകളുടെ വരിയാണ് ഓർത്തു പോയത്. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി എന്ന് 4.5 മിനിറ്റ് എടുത്ത് ഞാൻ ഈ അക്ഷരം ഒന്ന് വായിച്ചെടുക്കാൻ. ഗ്യാപ്പൊന്നുമില്ല. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി സിനിമയുടെ തലക്കെട്ട് പോലെ, കവിതയുടെ വരികൾ പോലെ അടിച്ചു വെച്ചിരിക്കുക. ആ പെണ്ണ് നോക്കിയെന്ന് സേവന സുന്ദരിയായി അവൾ നോക്കിയപ്പോ അയ്യപ്പൻ ആയോധന വിദ്യയും പഠിച്ച് ശബരിമലയ്ക്ക് പോയെന്നും അവൾ അവളുടെ വീട്ടിലെ ആളുകളെയും ഒക്കെ കൂട്ടി, ജോലിക്കാരെയൊക്കെ കൂട്ടി അവിടേക്ക് വന്നു എന്നും ഒരു കഥ പറയുന്നു. അപ്പൊ നിസ്സാരക്കാരിയൊന്നുമല്ല. ചീരപ്പൻചിറയിലെ ഈഴവ പെണ്ണ പായ്ക്കപ്പൽ വരെ സ്വന്തമായിട്ടുള്ള ആളായിരുന്നു. അവളുടെ അടുത്ത തലമുറയിൽ അവളുടെ ഒരു ബന്ധുവാണത്രേ
പോർച്ചുഗീസുകാർക്ക് വേണ്ടി ഹോർത്തൂസ് മലബാരിക്കോസ് എഴുതിയ ഇട്ടി അച്യുതൻ. എല്ലാം വൈദ്യന്മാരും ബിസിനസ്സുകാരുമായിരുന്നു. ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് അവിടെ വരികയും അവൾ അയ്യപ്പനെ കാണുകയും ആ സമയത്ത് യോഗീശ്വര ഭാവത്തിൽ അദ്ദേഹം സമാധിയാവുകയും ചെയ്തു. സമാധി എന്ന വാക്കൊക്കെ ഇപ്പൊ സൂക്ഷിച്ചുപയോഗിക്കണം. നാണം കെട്ട വാക്കാക്കി ഉൾപ്പെടെ മാറ്റി വെച്ചേക്കുക. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചാനലുകാരിൽ എല്ലാവരും കൂടി എനിക്കും കേൾക്കുമ്പോൾ ഒരു പുളിപ്പൊക്കെ തോന്നിപ്പോ സമാധി. പക്ഷെ അങ്ങനെയുള്ള സമാധിയല്ല. ഭാരതം പറയുന്ന സമാധിയുണ്ട്, വിധിപ്രകാരമുള്ള സമാധിയുണ്ട്. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നതിന്റെ അടിയിൽ അസ്ഥിവാരങ്ങളിൽ യോഗീശ്വര ഭാവത്തിൽ സൂര്യഭാവങ്ങളിൽ തിളങ്ങുന്ന ഹൈന്ദവന്റെ സമാധികളുണ്ട്. ഭാരതത്തിന്റെ സൂര്യ തേജസ്സുകളും നക്ഷത്രക്കണ്ണുകളും താമര മുകുളങ്ങളുമുണ്ട്. ആ സമാധി കണ്ടുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു എന്ന് പറയുന്നു. മഴ പെയ്തപ്പോൾ ആദിവാസികൾ അവൾക്ക് മുള കൊണ്ട് കുടില് കെട്ടിക്കൊടുത്തു എന്ന് പറയുന്നു. അവളുടെ പൈതാഹം അകറ്റുവാൻ നാളികേരം ഉൾപ്പെടെ കായികരികൾ അവൾക്ക് ഉരുട്ടി ഉരുട്ടി കൊടുത്തു. കാരണം എവിടെ നിന്നോ വന്ന സൂര്യശോഭയുള്ള ഒരു തമ്പുരാട്ടിക്കുട്ടി, കുഞ്ഞുപോലിരിക്കുന്ന ഒരു പെണ്ണ്, ഉമ്പോറ്റി പോലൊരു പെണ്ണ് കാട്ടിൽ വന്നിരിക്കുമ്പോ ആദിവാസികളൊക്കെ ആദരവോട് ദൂരെ മാറി ഉരുട്ടിക്കൊടുത്തു. ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന ആചാരം എന്താണ്? മാളികപ്പുറത്തമ്മയുടെ കൊട്ടാരത്തിന് ചുറ്റും ദേവാലയത്തിന് ചുറ്റും നാളികേരം നമ്മൾ ഉരുട്ടുക. ഓർമ്മകളുടെ നാളികേരം. അയ്യപ്പൻ കഞ്ഞിയപ്പൻ ഇല്ലാത്ത കാലത്ത് പെണ്ണെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അയ്യപ്പൻ പോയ പോക്കൊരു 1.5 പോക്കായിരുന്നു. രാജകുമാരനല്ലേ അദ്ദേഹം പറഞ്ഞതുപോലെ പുലിപ്പാലിന്റെ കഥ അവിടെ നിൽക്കട്ടെ. രാജകുമാരനല്ലേ, രാജാവിനറിയാമായിരുന്നു രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന്. സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയായി മാറുക ഒരു മനുഷ്യൻ. നടന്നുപോയ ഒരാൾ 750 വർഷത്തെ പഴക്കമുള്ള ഒരു കഥ. 7000 വർഷത്തെ പഴക്കമൊന്നുമില്ല, വെറും 750 വർഷത്തെ പഴക്കമുള്ള ഒരു ജീവിതം. തൊട്ടടുത്ത് നമ്മുടെ ജില്ലയിൽ പന്തളത്ത് രാജശേഖരൻ എന്ന് പറഞ്ഞ രാജാവ് പറയുന്നു, മോനെ നീ കാട്ടുകള്ളൻ ഉദയനെ ഒതുക്കണമെന്ന്. എല്ലാ അഭ്യാസവും പഠിച്ചു. ചെങ്ങന്നൂരിൽ വെൺമണിയിൽ വന്ന് കളരി ഉണ്ടാക്കി. നിഷാദ നിയമങ്ങളിൽ വ്യാപൃതമായിരുന്ന കളരിയിൽ ആത്മീയതയുടെ അംശം കൂടി ചേർത്ത് ആരോഗ്യമുള്ള തലമുറ ഉണ്ടാകണം, ആരോഗ്യമുള്ള ശരീരത്തിനുള്ളിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ആ വാക്യം ആദിമമായി പറഞ്ഞ ദ്രാവിഡനാണ് അയ്യപ്പൻ. അയ്യനും അപ്പനും ചേർന്ന നമ്മുടെ സ്വന്തം തങ്കക്കുടമായ നമ്മുടെ അയ്യപ്പൻ. പത്തനംതിട്ടയുടെ കേരളത്തിന്റെ അഭിമാനമായ അയ്യപ്പൻ. ആ അയ്യപ്പനെ എന്തുകൊണ്ടാ സ്ത്രീകൾ ഇച്ചീച്ചി എന്ന് പറയുന്നത്? ഇരുത്തിയിരിക്കുന്ന ഭാവമതല്ലേ അല്ലേ? ഇരുത്തിയിരിക്കുന്ന ഭാവമതല്ലേ? ഭാരതമൊട്ടാകെ ദൈവങ്ങൾക്ക് ഭാവങ്ങളുണ്ട്, ഇരിപ്പിടങ്ങൾക്ക് ശക്തികളുണ്ട്. അത് വെറും കല്ലല്ല, പ്രതിമയല്ല. താന്ത്രിക വിധിപ്രകാരം ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ നിത്യബ്രഹ്മചാരിയായി കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അയ്യപ്പനെ ഇരുത്തിയത്, ശാസ്താവല്ല. ഉടലുരഞ്ഞു നീങ്ങുന്ന സഹജീവികളായ നാഗങ്ങൾക്ക് കാവുകൾ വെച്ചുകൊടുത്തു നമ്മൾ. ആദിമ മനുഷ്യൻ അവന് കീഴടങ്ങാത്ത പ്രകൃതിശക്തികളെയൊക്കെയും അവൻ ദൈവങ്ങളായി ആരാധിച്ചു. കാവുകളിൽ അവൻ കുളങ്ങൾ കുഴിച്ചു. അവിടെ നാനാജാതി ജീവികൾ വന്ന്, പക്ഷികൾ വന്ന്, മൃഗങ്ങൾ വന്ന് വെള്ളം കുടിച്ചു. ഒന്നാന്തരം ഒരു ജൈവ പദ്ധതി അവനുണ്ടാക്കി. എന്റെ ജൈവേ, എന്റെ ജൈവേ എന്ന് വിളിച്ചത് ലോപിച്ച് എന്റെ ദൈവേ എന്നായി. വടക്കൻ കേരളത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈ കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ ഇങ്ങനെ കതിരികൾ ഇങ്ങനെ ചുവന്ന് തുടുത്തു നിൽക്കുന്ന പാടങ്ങളിലേക്ക് അതിനും ചുവപ്പോടെ തെയ്യം ഓടിയിറങ്ങും. എന്താ തെയ്യം? ദൈവമാ, ജൈവമാ. എന്റെ ജൈവേ, എന്റെ ജൈവേ എന്നാ വിളിക്കുന്നത്. അത് തെയ്യമായി, തെയ്യെന്ന് വിളിച്ചതാ. എന്താണ് യഥാർത്ഥ ജൈവമെന്ന? മണ്ണാണ് ദൈവം. അത് പറയാൻ അയ്യപ്പന് കഴിയും. കാരണം 33 കോടി ചരാചരങ്ങൾ അയ്യപ്പന്റെ ഹൃദയത്തിൽ ശബരിമാമലയിൽ കുടികൊള്ളുന്നു. പോയത് എങ്ങനെയാ? നാട്ടുകാരെ മുഴുവൻ കൂട്ടി കാടിളക്കി.
ഇപ്പോഴും വിളിയാണ് അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വം എന്ന് പറഞ്ഞു കേട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ഗവേഷകരായതുകൊണ്ട് ഇത് കേട്ട് നമ്മൾ ചലിച്ചു നിൽക്കുക. അയ്യപ്പൻ നിന്റെ അകത്താടാ, സ്വാമി നിന്റെ അകത്താടാ, നീ ഇത് എങ്ങോട്ടാ പോതേത്? കാടിളക്കിപ്പോയി അയ്യപ്പൻ, കറുത്ത വേഷമിട്ടു വന്യമൃഗങ്ങൾക്ക് തിരിച്ചറിയാതിരിക്കാൻ. പോകുന്ന വഴിക്ക് ആഹാരം രണ്ട് സൈഡിലോട്ടും കെട്ടിത്തൂക്കി ജനങ്ങളെ സംരക്ഷിക്കാൻ പോവാ. ജനകീയ നായകൻ, സൂപ്പർ സ്റ്റാർ, ഒരു കാലഘട്ടത്തിന്റെ മമ്മൂട്ടിയും മോഹൻലാലും എന്നൊക്കെ പറയുന്ന പോലെ, സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്തിന്റെ സൂപ്പർ സ്റ്റാർ പോവാ. എല്ലാവരെയും കൂട്ടിയേക്ക. കറുത്ത സാവിയുണ്ട്, കടുത്ത സാവിയുണ്ട്, വാവരുണ്ട്. ബാബറോ എന്തെങ്കിലും പോയി. ഇവർ രണ്ടുപേരും കൂടി കടല് കടന്ന് പോയി. ചീരപ്പഞ്ചരയിലെ പായ്ക്കപ്പലും കൊണ്ടുപോയി. ആ പെണ്ണുണ്ടല്ലോ ജ്ഞാനാംബിക, അവളുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അക്കരെ പോയി, അറബി നാട്ടിനപ്പുറം പോയി കച്ചവടം ചെയ്തു എന്നാ പറയുന്നത് അയ്യപ്പൻ. അന്ന് എരുമേലി പേട്ട എന്നായിരുന്നു അത്രയും സ്ഥലത്തിന്റെ പേര്. അന്നാണ് അയ്യപ്പൻ പോകുന്നത്. കാരണം ഈ ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ ഈ വനം കൊള്ളക്കാരനായ ഉദയനൻ ആക്രമിക്കുക. അവനെ ഒതുക്കണ്ടേ? അങ്ങനെ പോകുമ്പോ എളുപ്പത്തിന് വേണ്ടി രണ്ട് സൈഡിലേക്ക് കെട്ടിയതാണ് നമ്മുടെ ഇരുമുടി. സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയാ, വിളിച്ച വെളിപ്പുറത്ത ഇരുമുടി. കേടായി പോകാതിരിക്കാൻ വേണ്ടി ശർക്കര കൂട്ടി നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മുടെ അരവണ. എളുപ്പം വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് തേങ്ങ. ഇങ്ങനെ ഇതിനകത്തുള്ള എല്ലാ വസ്തുക്കളും ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അങ്ങനെ കഠിനമായി മല കയറുക. പക്ഷെ കയറി ഉദയനെയൊക്കെ കൊന്ന് അതിനും താഴെ വെച്ച് രാത്രിയിൽ ഒരു വീട് കണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞ വിളിക്കുന്നവന്റെ വെളിപ്പുറത്തുണ്ട് അയ്യപ്പൻ. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എന്താ മോനെ ശരിക്കും ഇവിടെ അന്തി ഉറങ്ങണം, ഞാനൊരു നിയോഗവുമായിട്ട് എൻ്റെ അച്ഛൻ എന്നെ വിട്ടതാ. അപ്പൊ ഇവർക്ക് മനസ്സിലായി രാജകുമാരനാണ്, അവനെ കണ്ടറിയാം, ഭയങ്കര തേജസ്, അവന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുക. നമ്മളിപ്പോ കണ്ടില്ലേ നമ്മുടെ കുംഭമേളയിലെ ഒരു പെങ്കൊച്ചിന്റെ കണ്ണ് കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കുംഭമേളയുടെ കംപ്ലീറ്റ് വരെയും കളഞ്ഞു. എന്താണ്? മൊണോലിസ. എന്നിട്ട് അതുപോലെ ഒന്നുമല്ല, അയ്യപ്പന്റെ ദൈവികമായ കണ്ണുകൾ ഇങ്ങനെ അവാച്യമായ ലഹരി നിറയുന്ന ഭക്തി, സൗന്ദര്യം ഒഴുകുന്ന കണ്ണുകൾ കണ്ടിട്ട് ഈ അമ്മ പറഞ്ഞു, മോനെ ഇവിടെ നിന്നെ താമസിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതൊരു കുഞ്ഞു വീടാ, ഇതൊരു പഴയ വീടാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇതൊരു പുത്തൻ വീടാന്ന് പറഞ്ഞു. അങ്ങനെ അയ്യപ്പനെ എൻ്റെ തിണ്ണയിൽ രാത്രി കിടക്കുകയും അവിടെ നിന്ന് പോയിട്ട് ഈ എരുമയെ കൊന്നു എന്നാ പറയുന്നത്. അങ്ങനെ എരുമയെ കൊന്ന സ്ഥലമാണ് എരുമകൊല്ലി അഥവാ എരുമേലി. എല്ലാം ചരിത്രമാ. 700 വർഷം മുമ്പ് നടന്നുപോയൊരു മനുഷ്യനാ. കൊള്ളാവുന്നവനൊക്കെ ദൈവത്തിന്റെ അംശമാകുമ്പോൾ, ദൈവമാകുമ്പോൾ അവനെ നമ്മൾ ഹൃദയത്തിലെടുത്ത് വെച്ച് ആരാധിക്കും. കലിയുഗ വരദൻ അയ്യനയ്യപ്പ സ്വാമി. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി. അപ്പുറത്തേക്ക് ഒരു ആനന്ദമുണ്ടോ? നേരം വെളുത്തപ്പോൾ രാത്രി പോയിട്ട് ഈ വാളൊക്കെ ഇപ്പോഴും ആ വീട്ടിനത് വെച്ചിട്ടുണ്ട്. ആ വാള് ഒക്കെ കഴുകിയിട്ട് ആ വീടിന് അയ്യപ്പനൊരു പേര് കൊടുത്തു, പുത്തൻ വീട്. ഇപ്പോഴും കൊണ്ട് എരുമയില്ല വീട്. എന്നിട്ട് പറഞ്ഞ അമ്മ ഇത് പുത്തൻ വീടാ. നോക്കി നിൽക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകുന്നു, മാജിക് ഉണ്ടാകുന്നു. മനസ്സിന്റെ നേര് കൊണ്ട് അയ്യപ്പൻ മാജിക് കാണിച്ചതൊരു പുതിയ വീടാക്കി. ഇങ്ങനെ എത്ര മാറ്റങ്ങൾ. അങ്ങനെ പോകുന്ന വഴിയിലാണ് ആ പെണ്ണുപിള്ളകർ നടുക്ക് നിൽക്കുന്നത്. ആര്? അവിടെയാണ് ലീല എന്ന് പറഞ്ഞ പെണ്ണിന്റെ കഥയൊക്കെ മനോഹരമായി പറഞ്ഞു. ഇത്തിരി സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. ലോകത്ത് ഏത് മതത്തിനുണ്ട് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം. ബഷീർ സാർ പറഞ്ഞിട്ട് പോയി, പ്രവീണർ വന്നിട്ട് ബാക്കി പൂരിപ്പിക്കാൻ വരുന്നു. ഇങ്ങനൊരു സ്വാതന്ത്ര്യം എവിടെ ഉണ്ടാവും? അതാണ് ഹൈന്ദവം, അതാണ് സൈന്ധവം. ചുമ്മാ പറയുന്ന സംസ്കാരമൊന്നുമല്ല. 1942 മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നും സർ ജോൺ മാർഷൽ എടുത്തു കാണിച്ച 3 മുഖമുള്ള സാമാനമൊന്നും അല്ലിത്. അതിനൊക്കെ മേളില ഭയങ്കരമാ, വലിയ സംഭവം. പേടിക്കണം. പ്രപഞ്ചമുള്ളിടത്തോളം കാലം, ഭൂമി കടലെടുക്കുവോളം കാലം, ത്രിമൂർത്തികൾ ആരെന്നറിയാതെ ഏതെന്നറിയാതെ ആല്യയിൽ ഒഴുകി നടക്കത്തോളം കാലം, ശംഖുഗദാ പങ്കജധാരിയായ പീതാംബരൻ വഴിയറിയാതെ ഉഴറി നടക്കുവോളം കാലം ഭയക്കണം. ഹിമാലയത്തിന്റെ നിശബ്ദതയിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ പോയി ഭൂമിയിൽ മനസ്സിന്റെ ചെവി വെച്ച് നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഭൂമി അതിന്റെ സാങ്കല്പിക ചുവടിൽ ടപ്പട 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 എന്നിങ്ങനെ കറങ്ങുന്ന ശബ്ദം. ആ ശബ്ദമാണ് ഹൈന്ദവം. സംസ്കാരമൊന്നുമല്ല. സംസ്കാരമൊന്നുമോ സിവിലൈസേഷൻ, കൾച്ചർ ചുമ്മാ പറയരുത്, ഒരിക്കലുമല്ല. ഹൈന്ദവം പ്രപഞ്ചത്തിന്റെ താളമാണ്. നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കാതെ ഇവിടെ ഒരു ഗാലക്സി ഉണ്ടെങ്കിൽ, അനേകായിരം ഗാലക്സികൾ ഉണ്ടെങ്കിൽ, ആ ഗാലക്സിയുടെ താളമാണ് ഹൈന്ദവം.
അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. എങ്ങനെ വേണമെങ്കിലും എടുത്ത് അമ്മാനെ മടന സ്വാതന്ത്ര്യമുള്ളത്. പക്ഷെ അമ്മാനെ മടമ്പ് സൂക്ഷിക്കണം. കൈ പൊള്ളൽ ഇരവം കവി അടിച്ച ചത്തുപോകും. തുടരുത്, നോക്കി നിന്നോളൂ, ശബ്ദിക്കരുത്. സാറ് പറഞ്ഞു, ശബരിയുടെ ഹൃദയത്തിൽ അയ്യപ്പൻ വസിക്കുന്നു. ശബരി കൊടുത്ത കായികനി എത്ര എണ്ണമാണെന്നറിയാമോ? 12 എണ്ണം. അതവിടെ നിൽക്കട്ടെ. അയ്യപ്പന്റെ നാട്ടിലേക്ക് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിന്റെ പുണ്യമായ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തേടി യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്മണനോടൊപ്പം വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് നിഷാദ രാജാവ് ഗുഹനെ കണ്ടു. ഗുഹൻ കടവ് കടത്തി വിട്ടു. ആ കഥ നിങ്ങൾക്കറിയാം. പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ആ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം. പോകുമ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഗുഹ, നീ എന്നെ സഹായിച്ചത് കൊണ്ട് ഈ മനുഷ്യൻ രക്തം കൊണ്ട് കഥ എഴുതുന്നൊരു കാലം വരും. അപ്പൊ ബാലരാമപുരത്തെ അമ്മാവൻ 2 വയസ്സുള്ള കൊച്ചിനെ എടുത്ത് കിണറ്റിലിടും. ഒരിക്കലും തളിർപ്പുമാകാത്ത ഇലകളുള്ള മാതംഗമുനിയുടെ ആശ്രമത്തിൽ കാത്തിരിക്കുന്ന ശബരി എന്ന കറുത്ത സുന്ദരി. കഴിഞ്ഞ ജന്മം എഴുത്തുകാരന്റെ ഭാവനയിലവൾ മാലിനിയായിരുന്നു, വെളുത്ത സുന്ദരി. കിടക്കട്ടെന്ന് ഇപ്രാവശ്യമുള്ള കറുത്ത സുന്ദരി. അവള് ഇയാൾക്ക് കൊടുക്കുക. ശ്രീരാമചന്ദ്രന് 12 കായികനികൾ കൊടുത്തു. കടിച്ചിട്ട് കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞേ, ഈ പെണ്ണൊക്കെ കഴിച്ചിട്ട് വല്ല അസുഖമുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം പോകാൻ നേരം ശബരിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഈ 12 കായികനിയാണ് നീ എണ്ണിയില്ലെങ്കിൽ ഞാൻ എണ്ണി മോളെ. കലിയുഗത്തിലെ ഞാൻ ജനിക്കും 12 അംശാവതാരത്തിൽ. അന്ന് നീ എനിക്ക് അമ്മയാണ് കേട്ടോ. നിഷാദ രാജാവ് ഗുഹൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ വരരുചിയായി മാറുമ്പോൾ, സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിൽ ബ്രാഹ്മണനായി ജനിക്കുമ്പോൾ, ഇവിടെ ശബരി സമൂഹത്തിന്റെ പുറംപോക്കിൽ പറയി പഞ്ചമിയായി ജനിച്ചു. 12 പിള്ളേരെ ഉണ്ടാക്കി, 12 ജാതിയിൽ. ഇന്ത്യ മുഴുവൻ രാമായണമുണ്ട്. അയ്യപ്പന്റെ നാട്ടിൽ വന്നപ്പോ രാമായണം എടുത്തങ്ങ് അലക്കി. നമ്മളൊരു ഉപകഥയൊക്കെ വെച്ചു. 12 ജാതിയിൽ 12 മക്കൾ. പണ്ട് വള്ളത്തിൽ അതിലൊരു മോൻ പോവുമായിരുന്നു പമ്പയാറ്റിലൂടെ. ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോ ഈ പമ്പ മുഴുവൻ ഇങ്ങനെ ആരതികൾ ഒഴുകുന്നു. അപ്പൊ ചോദിച്ചു, ഞാൻ യാത്ര ചെയ്ത പമ്പയിൽ കൂടിയാ, പക്ഷെ ഞാൻ ഗംഗയിലെത്തിയെന്ന് ചോദിച്ചു. പേര് പെരുന്തച്ചൻ. പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ ചെങ്ങന്നൂര്. നമ്മുടെ പമ്പാതീരത്തെ പുള്ളി ഇറങ്ങി. ആരൊക്കെ ഒരുപാട് കഥകൾ, നമുക്ക് എന്ത് കഥ ഉണ്ടാക്കാൻ കേട്ടത്. അത് നമ്മുടെ ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. അവിടെ സ്വന്തമാ. കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ സ്വന്തമാ. ആറുമുളയപ്പം നമ്മുടെ സ്വന്തം. ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ട് വിളിക്കും. അതിലൊരു ചെറുക്കനാണ് നടന്നു വരുമ്പോൾ, മറ്റേ മുറുക്കാനുമായിട്ട് നടന്നു വരുമ്പോൾ മുറുക്കി വൃത്തികെട്ട രൂപത്തിൽ വരുമ്പോൾ നാരായണത്തെ പ്രാന്തൻ 5-6 അവന്മാരെ എന്നൊരു ദേവിയെ പ്രതിഷ്ഠ കൊണ്ടിരിക്കുന്നു. അപ്പം ചോദിച്ചു, എന്തുവാ ഇരിക്കുന്നല്ലേ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. നാട്ടുകാരെ മുഴുവൻ നോക്കിയിട്ട് നടക്കാത്ത പ്രതിഷ്ഠ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെന്ന് ചോദിച്ചിട്ട് ഇയാള് ഈ മുറുക്കാൻ തുപ്പിൽ ഒറ്റ തുപ്പ് ഒപ്പിട്ട് ഈ പിടിച്ച് ഈ വലിയ കല്ല പിടിച്ചോളൂ, ഒറ്റ ഇരി പൊലയാടിയെന്ന്. ചെറുകോൽപ്പുഴ വന്ന് ഡോക്ടർ പ്രവീണ റവത്തിൽ ഇവനൊക്കെയാണ് ഡോക്ടറേറ്റ് കൊടുത്തത്. ഏത് വിഷയത്തിൽ? ചീത്തയിലാണ്. പൊലയാടി. എന്തോ പൊലയാടി? ചീത്തയൊന്നും അല്ലേ. വയല, വയലിന്റെ അതിദേവതയായ സംരക്ഷകയായ ദേവതയെ അവിടെ ഇരിയടി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ഈ അളിയന്റെ സഹോദരനാണ് ഇവിടെ വന്ന നമ്മൾ ഈ പറഞ്ഞ രാമായണ കഥയിലെ ശ്രീരാമനാ, അംശാവതാരമാ. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ബ്രാഹ്മണനും പുറംപോക്കിൽ ഉപേക്ഷിക്കപ്പെട്ട പറയും തമ്മിൽ ഒന്നിച്ച് കല്യാണം കഴിച്ചോന്ന് എനിക്കറിയില്ല. അവർ തമ്മിൽ ഒന്നിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ 12 പിള്ളേര്. ഈ ചെങ്ങന്നൂരെ കിഴക്കേ ഗോപുരം പടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ആശാരി ചെറുക്കനെ ഉള്ളിയെറിഞ്ഞ് തന്ത കൊതുകുന്ന കഥ നമ്മുടെ കഥയാ കേട്ടോ. ഇതിന് സ്വാതന്ത്ര്യം നോക്കണം. നമുക്ക് ഇത്രയും അഹങ്കാരം കിട്ടിയ എവിടുന്നറിയോ? അയ്യപ്പന്റെ നാട്ടുകാർക്ക്, സേവിപ്പൂർക്ക്, ആനന്ദമൂർത്തിയുടെ നാട്ടുകാർക്ക് എവിടുന്ന് ഇത്രയും സ്വാതന്ത്ര്യം അറിയാമോ? 4 ഗോപുരമുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ തുടരിൽ 4 പട്ടികളെയും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. അത് കണ്ടിട്ട് കൗതുകം തോന്നിയ ഒരു ബ്രാഹ്മണ പ്രിയൻ ഇതേ വരീശി ആ വഴി വഴി നോക്കി ഇങ്ങനെ പോകുന്ന വഴിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വേദമൊക്കെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാളല്ലാതെ അതിന്റെ കിഴക്കെ മൂലൊക്കെ ഒരു 4 പട്ടിയും പിടിച്ചുകൊണ്ട് ഒരുക്കുന്ന ഇപ്പോൾ അവൻ ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് ചോദിച്ചാൽ മതിയെന്ന്. ഉടനെ കേട്ടോ മതി, കേൾക്കാൻ മതി, ഈ വിവരം കേട്ടോ നേരെ വെച്ചടിച്ചു. വേദം പഠിച്ചാൽ മതി എന്നെ എവിടെ നിൽക്കുന്നു. ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമെന്ന് ആര് പറഞ്ഞു? ചെല്ലൂര് പടിഞ്ഞാറേ മൂലയുടെ ആ തൂണിന്റെ ബാക്കിൽ ഒരുത്ത നിപ്പുണ്ടാവും പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണ കുമാരൻ നിപ്പുണ്ട്. അവരെ അടുത്ത് വിളിച്ചു, ചെവിയെ പിടിച്ച് കിരിക്കിട്ട് വേണ്ട വൃത്തി കേട്ടവനെ, നീ ബ്രാഹ്മണകുമാരനൊന്നും അല്ല, നീ വേഷം മാറിയത് ഗന്ധർവന.
ഈ നാട്ടിൽ വന്നാൽ നിനക്ക് കംപ്ലീറ്റ് ഉടായ്പകളാണെന്ന് എനിക്കറിയാം. ഗന്ധർവന്റെ പണിയൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നീ എന്നെ പണിയാൻ നിൽക്കണ്ട, നിന്നെ ശപിക്കുക കേട്ടോ. കാരണം ഞാൻ വേദവ്യാസനാ. 4 വേദങ്ങളെ പകുത്ത് 4 പട്ടികളാക്കി ശുനകന്മാരാക്കി ഞാൻ കൊണ്ടു നടക്കുന്ന ആ ടെക്നിക്ക് കണ്ടുപിടിച്ച വൃത്തികെട്ടവനെ, നീ അങ്ങനെ മിടുക്കനാവണ്ട. കുഴപ്പം പിടിച്ച ഒരു ഭാഷയുണ്ട് അങ്ങ് തെക്ക് മണിപ്രവാളം കുഴഞ്ഞു പറഞ്ഞ് കിടക്കുക. അത് പോയി ശുദ്ധീകരിച്ച് മലയാളം ഉണ്ടാക്കിയിട്ട് നീ ശാപമോഷം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നേരെ വന്നു ഗന്ധർവൻ തന്തയായ ഭാഷയാ മലയാളം. എഴുത്തച്ഛൻ എന്നാ പേര്. ലോകത്തെമ്പാടും ഭാഷകളുണ്ട്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പക്ഷേ ഗന്ധർവൻ വന്ന് അപ്പനായ ഒരു ഭാഷയുണ്ടെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശാപം കിട്ടിയ ഗന്ധർവനാണെന്ന്. കഥയുടെ സുഖമേ. അപ്പൊ പിന്നെ നമുക്ക് ശബരിയുടെ കഥ ഉണ്ടാക്കാമല്ലോ. നമുക്ക് ചീരപ്പച്ചറിലെ സുന്ദരിയായ പെണ്ണിനെ നമുക്ക് മാളികപ്പുറത്ത് അമ്മയാക്കാമല്ലോ. ചേട്ടാ, എന്തുമാത്രം സ്വാതന്ത്ര്യമെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വേറെ ഏതെങ്കിലും മതത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ എന്റെ വണ്ടി 4 ടയറിൽ ഇവിടുന്ന് പോവോ? പ്രവീണ രോഗൻ 2 കാലിലും 2 കൈയിലും പോവോ? കഴുത്തിന് വേണ്ടി തല കാണുവോ? പക്ഷെ നമ്മൾ കഥ കേൾക്കും, നമ്മൾ ആസ്വദിക്കും. നമ്മൾ വിളിച്ച വെളിപ്പുറത്ത് 30 കോടി ദൈവങ്ങളും വരും. ഭദ്രകാളി ഉറഞ്ഞു തുള്ളി ആരികന്റെ ശിരസും പിടിച്ച് ചോരയുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പല പടികളും നോക്കിയിട്ട് അച്ഛൻ ശിവനും ഭൂതഗണങ്ങളും കൂടി നിവർത്തി കെട്ടിട്ട് അവസാനം ഒരു പടം വരച്ചു എന്നാ പറയുന്നത്. ലോകത്തെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി. പഞ്ചവർണ്ണങ്ങളിൽ ഒരു കോലം വരച്ചിട്ട് ഭദ്രകാളി അവിടെ ചവിട്ടാൻ എന്തോ കണ്ടിട്ട് ഇങ്ങനെ നിന്നു എന്ന്. ഇതിപ്പോ ഒരു കഥയുണ്ടോ? ഇതിപ്പോ ഒരു രസമുണ്ടോ? ആദിമ മാതാവിന്റെ കഥയാ. ഇതെന്തോ അച്ഛാന്ന് ചോദിച്ചു. ഇത് അതിന്റെ ഇപ്പോഴത്തെ രൂപം എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് ഭദ്രകാളി ഒരൊറ്റ ചിരിയ. ഈ തലയോട്ടി തലയൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് ഒരൊറ്റ ചിരി ഇരിച്ചത്. എന്നിട്ട് പഞ്ചവർണ്ണങ്ങളിൽ ചെത്തിയ പാളയുടെ വെള്ളയും ചെത്താത്ത പാളയുടെ പച്ചയും ചണ്ണച്ചെടിയുടെ മഞ്ഞയും ചെങ്കല്ല് പൊടിച്ച ചുവപ്പും കരി പൊടിച്ച കറുപ്പും കൊണ്ട് കോലം കെട്ടിയിട്ട് നൃത്തം ചെയ്തു എന്ന് ഭൂതഗണങ്ങൾ. അതിന്റെ പേര് നമ്മുടെ പത്തനംതിട്ടയിലെ കടമനാട്ടിലെ പടയണി. അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ വർണ്ണങ്ങൾ ഇതൊക്കെ വാരി വിതറിക്കൊണ്ടാണ് നമ്മുടെ ദൈവങ്ങൾ നിൽക്കുന്നത്. സമാധാനം ഉണ്ടാക്കാനാ, ശൈവനെയും വൈഷ്ണവനെയും ഒന്നിപ്പിച്ച് കൂട്ടയടി ഇല്ലാതാക്കാനാ. പക്ഷെ അയ്യപ്പൻ നമുക്കുണ്ടായി. കാവുകളിൽ നമ്മൾ ശാസ്താവിനെ കുടിവെച്ചു. ശാസ്താവ് ശാസ്ത്രമാണ്. ചാത്തനാവേ ഇവിടെ പഴയ ചാത്തൻ. അയ്യനാര് ആന്തരം ചാത്തനാ, കുട്ടിച്ചാത്തനാ. ശാസ്ത്രത്തിന്റെ വിധേയതാവാരോ അവനാണ് ശാസ്താവ്. നമുക്കുണ്ടാക്കാൻ കഥ. വ്യാജിവാഹനെ നമ്മള് വ്യാഘ്രവാഹനാക്കും. കുതിരപ്പുറത്ത് അവിടുന്ന് യാത്ര തിരിക്കും. നമ്മുടെ കഥയിൽ നമ്മളെടുത്ത് മറച്ചിട്ട് പുലിപ്പുറത്താക്കും. ലോകത്ത് ഏത് ദൈവത്തെ ഇങ്ങനെ പറ്റും? 1.5 കിലോ ലഗേജുമായിട്ട് ഒരു വെള്ളത്താമരയുടെ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ, രാജാനേവർ വരച്ചാവട്ടെ, ശിവകാശിയിൽ പ്രിന്റ് ചെയ്യുന്ന കലണ്ടറാവട്ടെ, എനിക്കറിയില്ല. പക്ഷേ ആലോചിച്ച് നോക്കണം. ഇത്രയും ലോഡുമായിട്ട് ഒരാൾ ഇരിക്കുന്ന ഒരു സ്ത്രീ ഇരുന്നിട്ട് ആ താമരേതൾ അനങ്ങുന്നില്ല. കാണുന്നവനൊക്കെ കയറി നമ്മളെ എങ്ങെടുത്ത് അമ്മാന പാടാം, പൊങ്കാലയിടാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അറിവിന്റെ ദേവതയായ സരസ്വതിയായിരിക്കുന്ന പെണ്ണുപിള്ള, അറിവ് ഭാരമില്ലാത്തതാ. ഒരു താമര ഇതളിനെ പോലും നുള്ളി നോവിക്കില്ല എന്ന് ഭാരതം പറയുന്നു. അറിവ്, ബഷീർ സാറിന്റെ അറിവ്, ഇതൊരു വിനയമാണ് അദ്ദേഹത്തിന്. അറിവ് പതിരല്ല കതിരാണ്, തലകുനിച്ചു നിൽക്കുമെന്നും അതിന് ഭാരമില്ലെന്നും, അതിന്റെ പുസ്തകവും ഘടവും വീണയും എല്ലാ ലോഡും ലഗേജുമായിട്ട് എത്ര കിലോ സാധനവുമായിട്ട് ഇരുന്നിട്ട് ഒന്നും പറ്റുന്നില്ല. ആന എലിയുടെ മുകളിൽ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ നാടായത്. ഇവിടെ നമ്മുടെ ഭാരസങ്കല്പങ്ങളെ എല്ലാം എടുത്ത് അടിച്ച് പൊളിച്ച് മാറ്റിക്കളഞ്ഞു. അതാണ് നമ്മൾ. ഗണപതി എലിയുടെ മുകളിൽ യാത്ര ചെയ്യുന്ന നാട്. ഇത്തരത്തിൽ മഹാസ്വപ്നങ്ങളുടെയും മഹാസങ്കല്പങ്ങളുടെയും നാട്ടിൽ ഏക ദൈവം കേരളത്തിന് അയ്യപ്പൻ. ഒരു ഭദ്രനുണ്ട്, പാട്ടെഴുതിയ ഭദ്രൻ. നമ്മുടെ ബഷീർ സാറിന്റെ ആത്മസുഹൃത്ത്, മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസിന് തരംഗണിക്ക് വേണ്ടി
അനവധി നിരവധിയായ പാട്ടുകൾ എഴുതിയ ഭദ്രൻ. ഗംഗയാറ് പിറക്കുന്നു ഗാനമേളക്കാരൊക്കെ എടുത്തിട്ട് അമ്മാനമാടി സ്റ്റേജിലാക്കി കുളമാക്കിയ പാട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ കേട്ടാലും നമ്മുടെ രോമങ്ങളൊക്കെ ഉള്ളതൊക്കെ എഴുന്നേറ്റിരിക്കും. തിരസുപോഹ ഗംഗയാറ് പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ. കേട്ടില്ലേ? ഇതുൾപ്പെടെ നെറ്റിഫിക്കേഷൻസ് ആയ പാട്ടുകൾ എഴുതിയ ഒരാളാണ്. ഏതോ ഒരു എയർപോർട്ടിൽ വെച്ച് ഈശ്വർ സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ കാസറ്റ് ഇറക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അളിയൻ പോയി വീട്ടിൽ, ആലപ്പുഴയാണ്, ബോംബെ സെറ്റ് മലയാളിയാണ്. അപ്പം ആലപ്പുഴയിൽ നിന്ന് ബോംബെയിലെത്തി അവിടുത്തെ ഫ്ലാറ്റിൽ കയറിയിരുന്ന് ശബരിമല ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മളെല്ലാം പാടുന്ന അയ്യപ്പൻ കഞ്ഞിക്ക് വെക്കുന്ന തെങ്ങിന്റെ മുകളിലെല്ലാം കെട്ടിവെക്കുന്ന പാട്ട് അങ്ങനെ എഴുതിയതാണ്. മരിക്കുന്നത് വരെ 67-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും അദ്ദേഹം ശബരിമല കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ സേവിപ്പോർക്ക് ആനന്ദമൂർത്തി അയ്യപ്പ സ്വാമികൾ എഴുതുന്ന ബോംബെയിലെ ഫ്ലാറ്റിൽ ചെല്ലുമായിരുന്നു. ഭദ്രസാറിന്റെ അനുഭവമാണ്. ആഴിയുടെ ഗന്ധം, കർപ്പൂരത്തിന്റെ ഗന്ധം, വാക്കുകൾ എഴുതുമ്പോൾ, വരികൾ എഴുതുമ്പോൾ ബോംബെയിലെ ഫ്ലാറ്റിലെ പടികൾ കയറി 8-ാമത്തെ നിലയിലെ 34-ാമത്തെ മുറിയിൽ ചെല്ലുമായിരുന്നു അയ്യപ്പൻ. കേരളത്തിന്റെ ഏകദൈവം മലയാളിയെ ഭദ്രനെ സഹായിച്ചെങ്കിൽ പിന്നെ ആരെ സഹായിക്കാനാ? ബോംബെക്കാരനെ സഹായിക്കാനോ? അയ്യപ്പൻ 3 അന്നേരം കാണാനായിരുന്നു. എത്ര പാട്ടാ എഴുതിപ്പിച്ചത്. ചാവുന്നിടം വരെ പോയിട്ടില്ല. പറ, അയ്യപ്പൻ ആനന്ദമൂർത്തിയല്ലേ? വിളിച്ച വിളിപ്പുറത്തല്ലേ? ശങ്കിനകത്തിരിക്കുകയല്ലേ? കൗരവസഭയിൽ പാഞ്ചാലിയുടെ വസ്ത്രം ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നു. ദുശാസനൻ പൊട്ടിച്ചിരിക്കുന്നു. രാജഗുരുക്കന്മാർ മുഴുവൻ ഒളികൾ നീട്ടി സാരി ഊരി വീഴുന്നത് നോക്കിയിരിക്കുന്നു. എല്ലാവരും ആഹ്ലാദത്തിലാണ്. ശ്രീകൃഷ്ണൻ അവിടെ എങ്ങുമില്ല. പാഞ്ചാലിയുടെ രക്ഷകനാണ്. പാഞ്ചാലി ആലറി കരയാൻ തുടങ്ങി. ദ്വാരകവാസ കൃഷ്ണ നീ എവിടെ എന്ന് പറഞ്ഞ് അണ്ണാക്ക് വെച്ച് കരഞ്ഞു. വൃന്ദാവനചാരി നീ എവിടെ? കൃഷ്ണനൊന്നും വന്നില്ല. ഏത് നിമിഷവും തുണി ഊരി വീഴുന്ന അവസ്ഥ. ബീനാകൃഷ്ണന്റെ സാരി ഇല്ലാത്ത കാലം. വലിയ സാരി ഒന്നും അല്ല. ഇത് എപ്പോ ഉടനെ പോകാം, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. തുമ്പൊക്കെ പിടി. ദുശാസനാണ് ഒടുക്കത്തെ പിടി. ഒടുവിൽ വിളിക്കുക, ത്രിലോകവാസ കൃഷ്ണ നീ എവിടെയെന്ന്. കൃഷ്ണൻ വന്നൊന്നുമില്ല. അവസാനം ഈ ലാസ്റ്റ് തുമ്പ് പോയിട്ട് പാവാട കാണുന്ന സമയത്ത് ഒറ്റ വിളിയ കൃഷ്ണ. വിളി മുന്നേ വന്നു. ഭഗവാനെ വൃത്തികേട് കാണിക്കരുത് പാഞ്ചാലി. അവർ അത്ര സ്വാതന്ത്ര്യം. ഇവരിപ്പോൾ ഒടുക്കത്തെ കമ്പനിയാണ്. പറഞ്ഞു ഞാനല്ല, നീ എന്നെ വൃത്തികേട് കാണിച്ച ചെവിയല്ലേ? നീ എന്നെ എന്തൊക്കെ വിളിച്ച അനാവശ്യങ്ങൾ. ആദ്യം ദ്വാരകവാസം വിളിച്ചാൽ ദ്വാരകയിൽ പോയി. പിന്നെ വൃന്ദാവനചാരിയെ വിളിച്ചാൽ വൃന്ദാവനത്തിൽ പോയി. ഒടുക്കൊരു വിളിച്ചു. ഒടുക്കത്തെ വിളിച്ച് അടുത്ത് പോയി. പെണ്ണെ മഹാവൃത്തികടായി പോയി. ത്രിലോകവാസ 3 ലോകം കറങ്ങി വേർത്ത് വിളിച്ചാൽ വരുവാ. നല്ല കാര്യം ഉണ്ടായിരുന്നോടി. മാനസവാസ കൃഷ്ണ നീ അവസാനം വിളിച്ച വിളിയുണ്ടല്ലോ, അതൊന്ന് ആദ്യം വിളിച്ച എന്റെ ഹൃദയത്തിൽ നീ ഞാൻ ഇറങ്ങി താഴെ നിൽക്കില്ല എന്ന്. തത്വമസി, അദ്വൈതം, അയ്യപ്പത്തിന്റെ തത്വസ്വാമി എത്രയേ ഉള്ളൂ. വൃന്ദാവനത്തിൽ കണ്ണൻ പറഞ്ഞത്, മധുരയിൽ കണ്ണൻ പറഞ്ഞത്, ദ്വാപരയുഗത്തിൽ കണ്ണൻ പുല്ലാങ്കുഴലിലൂടെ പറഞ്ഞത് അയ്യപ്പൻ അങ്ങ് സാക്ഷാത്കരിച്ചു തന്നു. അയ്യപ്പൻ നിന്തകത്തു. നിന്റെ അകത്തവിടെ എവിടെ പോവാ? വണ്ടിയെടുത്ത് പോവാ. തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, ഡൽഹിയിൽ. എന്നിട്ട് പോകുന്നിടത്തൊക്കെ തിരുത്ത് ഗ്രാമത്തിൽ പോയിട്ട് വണ്ടി ഇടിച്ച് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ തീർത്ഥാടനം പോയ കുടുംബത്തിലെ 7 പേർ കൊല്ലപ്പെട്ടു. അവസാനം കൊണ്ടുവരുമ്പോൾ അകത്തൊന്നും കാണത്തില്ലെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ വഴി വെച്ച് നവന്മാർ കിഡ്നിയും വൃക്കയും കൊള്ളാവുന്ന ഐറ്റം എല്ലാം കണ്ടിച്ചെടുക്കുമെന്ന്. ആക്സിഡന്റാ. നല്ല കാര്യമുണ്ട്. വീടിനടുത്ത കാവിൽ, കുടുംബക്കാവിൽ ഒരു തിരിവെക്കട വൈകിട്ട്. നിന്റെ മനസ്സിൽ നേരിന്റെ ഒരു തിരിവെക്കട. എന്നിട്ട് മതി ദൂരോട്ടൊക്കെ പോകാം ഭക്തനാൻ. കണ്ണെത്തും ദൂരത്തിരിക്കുന്ന ദൈവത്തെ കാണാതെ ആകാശത്തിരിക്കുന്ന സാധനത്തെ കാണുമ്പോൾ ദൈവം കാണുമോ? കൃഷ്ണനെ വിളിച്ച് പാഞ്ചാലി കരഞ്ഞതുപോലെയാകും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ദൈവങ്ങളെയാണ്. 24,000 ശ്ലോകങ്ങളാൽ സമർത്ഥമായ രാമായണം. രാത്രി മായണമെന്ന് പറഞ്ഞ രാമന്റെ കഥയാണോ യാത്രയെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ രാത്രി മായണം, വെളിച്ചം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഭാരതം പറഞ്ഞു വെച്ചതാ. ഇതേ വരൂചിയെ ഓടിച്ചു വിട്ടു. 41 ദിവസം പാവപ്പെട്ടവൻ കറങ്ങി. എല്ലാം പാവപ്പെട്ടവൻ നെഞ്ചത്താ. രാമായണത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും പോയറ്റിക്കായിട്ടുള്ള, ഏറ്റവും മൂല്യമുള്ള ശ്ലോകം ഏതെന്ന് ഞാൻ അവസാനം തിത്തിരി പക്ഷി എങ്ങാണ്ടും എല്ലാവരും അറിയാവുന്ന വലിയ കഥയാ. കാട്ടിലെങ്ങാണ്ടും കിടന്നിട്ട് അട്ടയുടെ കടിയും കൊണ്ട് ചോരയും പോയി അവസാനം ഓടിപ്പിടിച്ച് പുള്ളി രാജസ്ഥാനിലേക്ക് ഒതുക്കും. 41 ദിവസം കണ്ടുപിടിച്ചു യുറേക്ക എന്ന് പറഞ്ഞിട്ട് എത്തുവാ. അപ്പൊ യുറേക്ക എന്ന് ബുധനാഴ്ച പോലെ സമാധി എന്ന് പറയുമ്പോൾ മറ്റേതില്ലയും നെയ്യാറ്റിക്കലിലെ കഥ. അപ്പോ എന്തുവാ
മാം വിദ്യം ജനകാത്മജ എന്നാണ്. രാജാവിന് ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാൻ മേത്തോണ്ട് ഇയാളോട് തന്നെ മാറ്റി നിർത്തി ചോദിച്ചു, എൻ്റെ അർത്ഥം പറയൂ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഈ രാമൻ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണനെ മാറ്റി നിർത്തി ലക്ഷ്മണൻ്റെ തള്ള ഒരു ഉപദേശം കൊടുത്തു, സുമിത്ര മോനേട നീ കാട്ടിപ്പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ നിൻ്റെ കൂടെ ചേട്ടത്തി വരുന്നുണ്ട് സീത, ആ പെണ്ണുമുള്ള നീ അമ്മയായിട്ട് കാണണം, വേറെ ഒന്നും നിനക്ക് തോന്നരുതെന്ന്. അത്രയേ ഉള്ളൂ. 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിന് പ്രസക്തമായ ശ്ലോകം മാ വിദ്യം ജനകാത്മ, ജനകന്റെ മോളെ നീ അമ്മയായിട്ട് കാണണം ഊ എന്നൊരു തള്ള ഒരു മോനോട് പറയുന്നത്. ഇത് കാണാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് അമ്മാവൻ അനന്തരത്തെ കിണറ്റിലിട്ടത്. ഇന്നലെ അച്ഛനെയും അമ്മയും തീ വെച്ചു കൊന്നത്. രാമായണം പറഞ്ഞു വെച്ചതാ യുഗങ്ങൾക്ക് മുമ്പ്. പെൺകരുത്തിന്റെ കഥ പറഞ്ഞ രാമായണം, ശബരിയുടെ കഥ പറഞ്ഞ രാമായണം, സീതയുടെ കഥ പറഞ്ഞ രാമായണം. ഇവിടെ പെണ്ണ് വലിയ കുഴപ്പക്കാരിയായി നിൽക്കുന്നു. നമുക്ക് പെണ്ണെന്ന് പറയുമ്പോൾ ഈ വാർത്തകളിൽ വരുന്ന പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആദിമ കാവ്യകാരൻ ഒരു കിളിയുടെ കണ്ണീർ വീണ കവിതയായി മാറ്റിയ വാൽമീകി മുനി ഒരു പെണ്ണിനെ അവതരിപ്പിച്ചു വെച്ച കഥ കൂടി പറഞ്ഞുകൊണ്ട് ശബരിമാമലയുടെ ഈ കഥ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ സംസാരം ഇവിടെ നിർത്താം. എത്താക്കൊമ്പിലെ മന്ദാരപ്പൂ പറിക്കുവാനായി സീതാദേവി അവളുടെ അപ്പന്റെ പൂജാമുറിയിലേക്ക് ഓടി കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു തോട്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്നും പൂക്കൊല ഇങ്ങനെ തെല്ലിയിടുമായിരുന്നു അത്രേ. പ്രായപൂർത്തിയായി കല്യാണം നിശ്ചയിച്ച് സ്വയംവര പന്തലിലേക്ക് എത്തുമ്പോ ഭാരതത്തിലെ മുഴുവൻ രാജാക്കന്മാരും വന്ന് അങ്ങനെ നിൽക്കുമ്പോ പൂജാമുറിയിൽ നിന്ന് ഒച്ചയും വിളിയും മണിയടിയൊക്കെ കേട്ട് ഓ ഹോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തോട്ടി എടുത്തുകൊണ്ട് വരുന്ന പെണ്ണ് കാണുക. ശൈവചാപമാണ്. ഈ സാമാനം എടുത്തോണ്ട് ഇപ്പോട്ട് പൂ പറിക്കാൻ പൊക്കോണ്ടിരുന്നത്. ബാക്കി കഥ നമുക്കറിയാം. മുഴുവൻ രാജാക്കന്മാരും നോക്കിയിട്ട് നിക്കറ് കയറിപ്പോയി. ഒരുത്തരും ഈ സാരം എടുത്ത് പൊക്കാൻ പറ്റിയില്ല. ആലോചിച്ചോക്കണം, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത അയോധ്യയുടെ രാജാവ് ശ്രീരാമചന്ദ്രൻ വന്ന് ഒടുക്കം ഈ വില്ലെടുത്ത് ഒടിച്ചിട്ട് ഈ പെണ്ണിനെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ സീത എന്ന് പറഞ്ഞ പെണ്ണ് ആയുഷ്കാലം കന്യകയായി ജീവിക്കേണ്ടി വന്നില്ല. നമ്മുടെ രാമായണം പറഞ്ഞു വെക്കുക. പെണ്ണിന്റെ കരുത്ത് ആ പെണ്ണിന്റെ മനസ്സിലാണ് ശബരിമല ഇരിക്കുന്നത്. പക്ഷെ ഇരിക്കുന്നത് നിത്യ ബ്രഹ്മചാരി ഭാവത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുള്ള സമയമാകും പോയാൽ മതിയെന്ന്. പിന്നെ ആർക്കാ ഇത്ര വലിയ അസുഖം? ഉണ്ടാക്കി വെച്ച രസമല്ലേ? കാത്തിരിക്കണ്ടേ ഒരു സമയം വരെ. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ അയ്യപ്പനെ കാണുമ്പോൾ ഒരു സുഖം. ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കായിരുന്നു ഒന്ന്, ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, എന്ത് സുഖമാ. അപ്പോഴാ മാളികപ്പുറത്തമ്മ പിന്നെ നമുക്ക് ഇറക്കി വിടാൻ പറ്റൂ? ശബരി ഇറക്കി വിടാൻ മണ്ണേ പോയില്ലേ? ഓണർഷിപ്പ് അവരുടെയാ, പെൺപിള്ളേരെയാ. പൊസിഷൻ മാത്രം അയ്യപ്പനുള്ളൂ, കൈവശാവകാശം ഉള്ളൂ, ഉടമസ്ഥാവകാശം പുള്ളിക്കാം. ചിന്തിച്ചു നോക്കണം. ഇവിടെയാണ് ശബരിമലയുടെ പ്രസക്തി. ജാതിയില്ലാതെ, മതമില്ലാതെ, വർഗമില്ലാതെ ആരെയും സ്വീകരിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ഒരു ദൈവം അയ്യപ്പൻ. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി തന്നെ, അമിതാനന്ദമൂർത്തിയാണ്. ചോദിക്കുന്നതൊക്കെ വാരിക്കോരി തരും. നിങ്ങൾക്കറിയാമോ, നമ്മളൊന്നുമല്ല ഭക്തന്മാര്, ആന്ധ്രയിലെ തെലുങ്കന്മാരാ ചുമ്മാ ഇവിടെ വരുന്നത്. അവന്മാര് കമ്പനി ഉണ്ടാക്കും, കോടികൾ മുടക്കിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി 50% പാർട്ണർഷിപ്പ് ആക്കാത്തറിയാവോ? അവന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഒന്നും. നമ്മൾ അയ്യപ്പനാ അതിന്റെ ലാഭവിധത്തിലെ പാതി കൊണ്ടിടാൻ വേണ്ടി വരുന്നതാ. അല്ല, നമ്മുടെ ഒന്നും കാശ് കൊണ്ട് തോന്നുന്നില്ല ശബരിമല കോടീശ്വരന്മാരുടേതായത്. ശബരിമല തിളങ്ങുന്നത് വെളിയിൽ നിന്ന് വരുന്നവന്റെ കാശാ. അവനത്ര വിശ്വാസം അയ്യപ്പനെ. നമ്മുടെ വിശ്വാസം പാതിയാണ്. ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പം ബോംബെക്ക് ചെല്ലണം, ആന്ധ്രയ്ക്ക് ചെല്ലണം, തമിഴ്നാട്ടിൽ ചെല്ലണം. അവന് ഒരു വർഷത്തെ പൂജയാ. ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിന് വേണ്ടി നിൽക്കുക. 1-ാം തീയതി വന്ന് കാണും. സ്വന്തം ആളാ. നമ്മുടെ അമ്മാവന്റെ മോനെ കാണാൻ പോകുന്ന സന്തോഷം അയ്യപ്പനെ കാണും. നമുക്കാണെങ്കിൽ ഇതൊരു കളിപ്പീര്. നമ്മളല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയി ജീവിക്കണം. എന്തായാലും നമുക്ക് ഇതിനോടൊക്കെ ഒരു ഇന്റിമസി ഉണ്ടാവുള്ളൂ, നമുക്ക് പ്രണയം ഉണ്ടാവുകയുള്ളൂ. ഭക്തി പ്രണയമാണ്. ഭക്തി പ്രണയമാണ്. കൂട്ടുകാരനോട് പറഞ്ഞാൽ, ഭാര്യയോട് പറഞ്ഞാൽ എന്തെങ്കിലും ചതിക്കും, വിളിച്ചു പറയും. പിണങ്ങുമ്പോൾ പെണ്ണുമ്പോൾ വിളിച്ചു പറയും. പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ ജീവിതത്തിൽ പറയില്ല കേട്ടോ. എന്ത് രഹസ്യവും പറയാം, കൊന്നിട്ട് ചെന്ന് പറയാം, പ്രേമിച്ചിട്ട് ചെന്ന് പറയാം, എന്തു പറയാം. ഇതിന്റെ സ്വാതന്ത്ര്യം എന്ത് വിളിക്കാം കേട്ടോ. കണ്ണ ചെട്ടുളങ്ങര എന്തൊക്കെയാ വിളിക്കുന്നത് ആലോചിച്ചു നോക്കണം. ഡി അമ്മുമ്മ, വല്യമ്മ, തള്ളെ, സ്വന്തം പെറ്റകളെ വിളിച്ച് അടിച്ച് പുറത്താക്കും. 3 ദിവസം പട്ടടവും തരില്ല. ദൈവത്തെ വിളിക്കുക, എന്തും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. കൊലയാടി എന്ന് വിളിച്ച് നാടാണെന്ന് പറഞ്ഞ് ഇരുത്തിയ ദൈവ ഭാവങ്ങളുടെ നാട് ഭാരതം, ലോകത്തിന്റെ പൂജാമുറി. ആ പൂജാമുറിയിൽ കേരളം എന്ന ഒരു ദേവാലയം, ആ ദേവാലയത്തിൽ ശബരിമാമല എന്ന് പറയുന്ന ഒരു നക്ഷത്ര ദീപ്തി മകര വിളക്കിന്റെ ജ്യോതിയുമായി നിൽക്കുന്നു. മകര സംക്രാന്തി. സംക്രാന്തി എന്ന വാക്കിന്റെ അർത്ഥം സംയുക്തായ ക്രാന്തി എന്ന.
സംയുക്തായ ക്രാന്തി, സമൂലമായ മാറ്റം. അതെ, ഒരു മാറ്റമാണ്. 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കയറി ആരാധിക്കുവാൻ കഴിയുന്ന ദൈവസങ്കല്പത്തിന്റെ ഒരു വലിയ ഭാവം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ശബരിമല. അതുകൊണ്ട് തന്നെയാണ് സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയായി അയ്യനയ്യപ്പ സ്വാമികൾ കുടികൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇവിടുത്തെ പ്രമുഖ സംഘാടകൻ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അഡ്വക്കേറ്റ് രാജഗോപാൽ ഉൾപ്പെടെ ഈ വലിയ പരിപാടി കണ്ടക്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും എന്റെ സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, അവിടെ ഇവിടെയായിട്ട്. പക്ഷെ ഈ ഒരുപാട് വലിയ വേദിയായതുകൊണ്ട് കടലിൽ കടുകിട്ടതുപോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അത് സംബന്ധിച്ച് ചെറിയ വേദിയായിരുന്നു. ഇത് ഫുള്ള് നിറഞ്ഞ് എനിക്ക് ഹൗസ്ഫുള്ളായി പ്രസംഗിച്ചു ഇത് അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ നടക്കത്തില്ല. ഇതൊരു വലിയ വേദിയായി പോയി. ഇത്രയും വലിയ വേദി കിട്ടി, ഇത്രയും ശാന്തമായിട്ടൊരു പരിപാടി. ഞാൻ പറഞ്ഞു, ഓരോ വർഷം, ഞാൻ കഴിഞ്ഞ വർഷം വന്നതിനേക്കാളെ കുറച്ചുകൂടെ അവസാനം ഞാൻ വന്നിട്ട് പോയപ്പോൾ ഭയങ്കര സൗഖ്യമായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ പ്രതീക്ഷിക്കുന്നു നാളെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വരുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ ഇവിടെ എത്താൻ വേണ്ടി. അപ്പോൾ ഒരുപാട് ആളുകൾ നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള കേട്ട ആളുകളെക്കാൾ കൂടുതൽ ലോകം മുഴുവൻ ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അയ്യപ്പന് വേണ്ടി സംസാരിക്കാൻ, ബാക്കിയെല്ലാം വിട്ടേക്കും. എൻ്റെ അയ്യപ്പ സ്വാമികൾക്ക് വേണ്ടി സംസാരിക്കാൻ, അതും എൻ്റെ 18ാമത്തെ ശബരിമല ലൈവ് ചെയ്ത ഈ വർഷം തന്നെ എനിക്കൊരു സമ്മാനം, അതിനപ്പുറത്തേക്ക് ഒരു സമ്മാനം ജീവിതത്തിൽ വേണ്ട. ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചതായ ഒരു സമ്മാനം ചോദിച്ച കൈ നീട്ടിയപ്പോൾ ഇട്ടിത്തങ്ങ് വെച്ച് തന്നു എൻ്റെ ചെറുകോൽപ്പുഴ. ഞാൻ എടുത്തങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേട്ടോ, സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, വിളിക്ക്, അയ്യപ്പനെ വിളിക്ക്. ഞാൻ ആദ്യത്തെ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ ബസ്സിനാണ് പോകുന്നത്. അന്ന് ഇന്നത്തെ പോലെ ചാനലുകൾക്ക് കാറും സൗകര്യമൊന്നുമില്ല. ഇപ്പോഴാണ് ഞങ്ങൾ 10 ക്യാമറയൊക്കെ വെച്ച് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ അടുക്കള നിന്നാൽ മതി, അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകും. അന്ന് ഞാൻ പെട്ടെന്നാണ് ബസ്സിന് പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ എൻ്റെ സൈഡിലിരിപ്പുണ്ട്, കെട്ടുമൊക്കെ കെട്ടിയ ഒരു 10-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോനെ ആദ്യമായിട്ട് ഇപ്പം ഞാൻ ഇത്തവണ സീസണിൽ ഞാൻ പോകുന്ന 8ാമത്തെ തവണയാണ്. ഞാൻ പിന്നെ അടിപൊളി നോക്കി, വല്ല കുഴപ്പം പിടിച്ചല്ലോ, നല്ല പയ്യൻ, സുന്ദരനായ പയ്യൻ. എന്താണ് ഇങ്ങനെ എത്ര കണ്ടാലും മതിയാവത്തില്ലെന്നേ. ഒരു തവണ കൂടെ കൂടുതൽ കാണാൻ ഞാൻ നേരിച്ച് പോകുന്നത്. ഞാൻ എല്ലാ മാസവും പോകാറുണ്ട്, പക്ഷെ ഇപ്പോഴാകുമ്പോൾ എപ്പോഴും പോകാറില്ല, സീസണല്ലേ. എനിക്ക് തോന്നി ഇവനെന്തോ കുഴപ്പമാണെന്ന് തോന്നി. പക്ഷെ ഞാൻ ഈ 18 തവണ പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് സുഖം എന്തുവാന്ന്. ചോദിച്ചാൽ മതി, നമ്മൾ ചോദിക്കത്തില്ല. അവിടെ പോയി എനിക്ക് ഈ ബഹളത്തിനിടയ്ക്ക് എങ്ങനെ ചോദിക്കാനാണ്? 470 ചാനലുകാരും ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ ലൈവ് ചെയ്യാൻ പോകുന്നു, അയ്യപ്പനോട് ചോദിക്കാൻ പോകുന്നു. ഇപ്രാവശ്യം ചോദിച്ച് ആദ്യമായിട്ട് തന്ന് കേട്ടോ, ചെറുപൊലിപ്പടിയായിട്ട് ഒത്തിരി സന്തോഷം. പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൃത്യം 9:30 പരിപാടി അവസാനിപ്പിക്കാമെന്ന് ഞാൻ അമ്മയണം കയ്യിലടിച്ച് വാക്കുകൊടുത്തതുകൊണ്ട് എന്നെ കണ്ട കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി പറഞ്ഞുകൊണ്ട്, മനസ്സും ശിരസ്സും നമിച്ചുകൊണ്ട് എൻ്റെ പൊന്നയ്യപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.